ആഴ്ചപ്പാട്. അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. രാഷ്ട്രീയ വിവാദങ്ങൾ ഇടുക്കിയെ സംബന്ധിച്ച് പുത്തരിയല്ല. പക്ഷേ കുറച്ചു കാലങ്ങളായി മൂന്നാറിൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് പഞ്ഞമില്ല. വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് മുൻ MLA ഇപ്പോൾ പാർട്ടിക്ക് പുറത്താണ്. ഇന്ന് കാഴ്ചപ്പാടിൽ S. രാജേന്ദ്രൻ ex-MLA. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത് ശ്രീ S. രാജേന്ദ്രൻ ex-MLA ആണ്. സർ, സ്വാഗതം. നമസ്കാരം. സാർ 3 തവണ MLA, അതിനു മുമ്പ് ഒരു തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. വളരെ ആർജവത്തോടെ വളരെ സജീവമായി രാഷ്ട്രീയ രംഗത്തായിരുന്നു അന്ന്. ഈ 10-20 വർഷക്കാലം ഉന്നതമായ പദവികൾ, അതിനപ്പുറത്ത് പാർട്ടിയുടെ മറ്റ് പദവികൾ, സജീവമായ രാഷ്ട്രീയ ഇടപെടലുകൾ, സാമൂഹിക സേവനം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് നാളുകളായി അങ്ങയെ ചുറ്റിപ്പറ്റി ഒരു മൗനവും ഒരു നിശബ്ദതയും തുടരുന്നുണ്ട്. എന്താവും അത്? പാർട്ടി എന്ന് പറയുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണക്കാരുടെ ആവശ്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രാധാന്യമുള്ളതും തന്നെയാണ് വിശ്വസിച്ചിട്ടുള്ള പാർട്ടി. പക്ഷേ പാർട്ടിയുടെ നയം നടപ്പിലാക്കുന്നത് തലപ്പത്തുള്ള ആളുകളാണ്. ഇപ്പം ഇവിടെ സെക്രട്ടേറിയറ്റ് മെമ്പർ ശശി, ജില്ലാ സെക്രട്ടറി, അതിന് മുമ്പുണ്ടായിരുന്ന ജില്ലാ സെക്രട്ടറി, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവരുടെ ആഗ്രഹം രാജേന്ദ്രൻ ഇനി മൗനമായി ഇരുന്നാൽ മതി, രാജേന്ദ്രനെ പാർട്ടിയുടെ ആനുകൂല്യമോ ഭരണപരമായ ആനുകൂല്യമോ ഭരണകക്ഷി എന്നുള്ള നിലയ്ക്ക് ഒരു ആനുകൂല്യമോ കിട്ടേണ്ട കാര്യമില്ല എന്ന് തോന്നൽ അവർക്കുണ്ടായപ്പോൾ അതിനെ നമ്മൾ അത് പാർട്ടിയുടെ ആഗ്രഹമാണ് എന്ന് കണക്കാക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഉള്ളൂ. ഉദാഹരണത്തിന് ഇപ്പം മുൻ MLA ഞാനാണ്. അപ്പം കുടുംബശ്രീ പരിപാടിയാകട്ടെ, മന്ത്രിമാരുടെ പരിപാടിയാകട്ടെ, എന്ത് പരിപാടിയാണേലും രാജ MLA കഴിഞ്ഞാൽ പിന്നെ മുൻ MLA S. രാജേന്ദ്രൻ അവിടെ അടുത്ത സ്ഥാനത്ത് വരേണ്ടതാണ്. പാർട്ടി അത് ആഗ്രഹിക്കുന്നില്ല. അത് MLAക്ക് അറിയാഞ്ഞിട്ടാണോ, പാർട്ടി ഭരണകക്ഷിയിലുള്ള ആളുകൾക്ക് അറിയാഞ്ഞിട്ടാണോ, എനിക്ക് മുമ്പുണ്ടായിരുന്ന മുൻ MLA AK മണിക്ക് അറിയാഞ്ഞിട്ടാണ്? അതൊരു നയപരമായ പ്രശ്നമാണ്. ആ നയപരമായ പ്രശ്നത്തിൽ വേണ്ടപ്പെട്ടവനും ഇല്ലാത്തവനാണേലും അർഹതയില്ലാത്ത ആളാണേലും എത്ര വട്ടം ആണേലും ഏതാനും മാസങ്ങൾ MLA ആണെങ്കിൽ പോലും അവർക്ക് കൊടുക്കേണ്ടത് ജനാധിപത്യ വ്യവസ്ഥയിൽ അത് കൊടുക്കേണ്ടതാണ്. അതിൻ്റെ കാര്യമില്ല എന്ന് അവർക്ക് തോന്നുന്നു. അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നു. അപ്പോൾ പാർട്ടി അതാണ് ആഗ്രഹിക്കുന്നത്. വലിയൊരു വിടവ് പാർട്ടിയുമായി വന്നു ചേർന്നതായിട്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ, മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. അപൂർവമായി അങ്ങയുടെ പ്രസ്താവനകളും വരാറുണ്ട്. ഈ അസ്വാരസ്യം സത്യത്തിൽ അങ്ങയോട് തോന്നുന്നത് അത് ഈ രാഷ്ട്രീയപരമായ അസൂയയാണോ? അതായത് സാധാരണ രീതിയിൽ പാർട്ടിയിൽ പാർലമെൻ്ററി ഇതര പാർട്ടി പ്രവർത്തനം. അപ്പോൾ ആദ്യഘട്ടത്തിൽ 10-20 വർഷക്കാലം ഇപ്പം മറയൂർ, അതിനു മുമ്പ് യുവജനം, വിദ്യാർത്ഥി, ഇങ്ങനെയുള്ള സംഘടനകൾ 20 വർഷക്കാലം സെക്രട്ടറി ഒക്കെ ആയിട്ടും വൈസ് പ്രസിഡൻ്റൊക്കെ ആയിട്ടും ഇങ്ങനെ ജില്ലാതലത്തിലും ലോക്കൽ സെക്രട്ടറി എന്നുള്ള മട്ടിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അത് കഴിഞ്ഞിട്ട് ഒരു അവസരം പാർട്ടി കുറേ കൂടി മുമ്പോട്ട് വരേണ്ട സാഹചര്യത്തിൽ ആയിരിക്കണം എന്നെ പരിഗണിക്കുന്നത്. അങ്ങനെ ഒരു പരിഗണനയിൽ വന്നു, പാർലമെൻ്റേറിയനായി. അത് കഴിഞ്ഞപ്പോൾ പാർട്ടിയുടെ നിലപാടുകളിൽ മാറ്റം വരുമ്പോൾ പിന്നെയും പാർട്ടിയിലേക്ക് വരണം. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പാർട്ടിയുടെ അവസരങ്ങളിൽ എത്താതിരിക്കാൻ എടുത്തിട്ടുള്ള സമീപനം എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് അവിടെയാണ് അന്തരങ്ങൾ. ഇപ്പം പാർട്ടി ബ്രാഞ്ച് സമ്മേളനം, ലോക്കൽ സമ്മേളനം, ഏരിയ സമ്മേളനങ്ങൾ, ജില്ലാ സമ്മേളനം, അങ്ങനെ 2 റൗണ്ട് കഴിഞ്ഞു. 21-ലും ഇപ്പോൾ 24-ലും. എവിടെയെങ്കിലും രാജയ്ക്കെതിരെ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വോട്ട് ചെയ്യേണ്ട സ്ഥലത്ത് മൗനം പാലിച്ചു, വേണ്ടത്ര ശ്രമിച്ചില്ല എന്ന് എവിടെയെങ്കിലും ഏതെങ്കിലും ശ്രമമുണ്ടായോ? അല്ല, ഇതൊക്കെയാണല്ലോ അങ്ങേക്കെതിരെയുള്ള പാർട്ടി. ഞാൻ അതല്ലേ ചോദിക്കുന്നത്. സമ്മേളനമാണല്ലോ പാർട്ടിയുടെ ആധികാരികതയുള്ളത്. പാർട്ടി കമ്മിറ്റി തീരുമാനം എന്ന് പറയുന്നത് മേളിൽ നിന്ന് സർക്കുലർ തീരുമാനം, അത് താഴെ വരുന്നു, ചർച്ച ചെയ്യുന്നു, അല്ലെങ്കിൽ മേളിൽ നിന്ന് വരുന്ന തീരുമാനം താഴെ നടപ്പിലാക്കുന്നു, കേന്ദ്രീകൃതമാണ്. പക്ഷെ സമ്മേളനങ്ങളിൽ അഭിപ്രായങ്ങളും ആശയവിനിമയങ്ങളും ചർച്ചകളും നടക്കേണ്ട സ്ഥലത്ത് രാജേന്ദ്രൻ ഈ പാർട്ടിക്കെതിരെ
രാജയ്ക്കെതിരെ പ്രവർത്തിച്ചു എന്ന്. ഒന്നല്ല, 2 സമ്മേളനങ്ങൾ. ഈ നിയോജക മണ്ഡലത്തിൽ 1000-ന്റെ മേളിലുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾ, 100 കണക്കിന് മേളിലുള്ള ലോക്കൽ സമ്മേളനങ്ങൾ, ഏതാനും 100-ന്റെ അതായത് ഒരു ഇരട്ടിച്ച എണ്ണമുള്ള ഏരിയ സമ്മേളനങ്ങൾ. ഇതിലൊന്നും ഈ പാർട്ടിക്കാർ എന്നെ അറിയുന്ന പാർട്ടി സാധാരണ നേതാക്കളായിട്ടുള്ള സഖാക്കൾ, അതായത് പാർട്ടി എന്ന് പറയുന്നവർ, അതിൻ്റെ മേളിലുള്ളവരല്ല, പാർട്ടി എന്ന് പറയുന്നവർ, അതിന് പാർട്ടി ജനങ്ങളുടെ ഇടയ്ക്ക് വേറെ നട്ടുപിടിപ്പിക്കുന്നവർ, അവർ ആരും ഞാൻ പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചു, രാജയ്ക്കെതിരെ പ്രവർത്തിച്ചു ഇല്ല, ഏതെങ്കിലും കാലത്തിൽ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. ഈ 4 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ അങ്ങേക്കൊരു 4ാം വട്ടം ചാൻസ് ഒരു പക്ഷേ MLA എന്ന നിലയിൽ അങ്ങ് ആഗ്രഹിച്ചിട്ടുണ്ടാവും. അത് പാർട്ടി നിഷേധിച്ചു എന്ന് അവിടെ മുതലാണോ ഈ അസ്വാരസ്യത്തിന്റെ തുടക്കം? അസൂയ ഞാൻ പാർട്ടി രംഗത്ത് വരണത് എന്ന് തോന്നലുള്ള ആളുകൾക്ക് ഈ ഇപ്പം പറഞ്ഞ വർത്തമാനം പറയാൻ കൊള്ളാവുന്നതാണ്. അന്ന് ശ്രദ്ധിച്ചാൽ ഇപ്പോഴും മീഡിയയിൽ കാണും, മാർച്ച് മാസം 19-ാം തീയതി വരെ എൻ്റെ പേരും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിന് മുൻപ് 2 കൊല്ലമല്ല, അതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ തന്നെ കോടിയേരിയോട് പറഞ്ഞു, ജയചന്ദ്ര സാറിനോട് പറഞ്ഞു, ഞാൻ ഇനി മത്സരത്തിന് ഇല്ല. എങ്ങനെയാണ് ഞാൻ മത്സരത്തിൽ വന്നത്? 3 വട്ടവും AK മണിയാണ്. AK മണി ചെറിയ ഫിഗറായിരുന്നു. VS-ന്റെ ഇടപെടൽ MLA ആയിരുന്നു. അതെ, അതിനേക്കാൾ ഉപരി അങ്ങേർക്കെതിരെ ആരും ഇല്ലായിരുന്നല്ലോ. VS വന്ന സമയത്താണ് 2011 എന്നെ നിർത്തുന്നത് രണ്ടാമതായിട്ട്. ആദ്യം 2006. 2011 എന്താ പ്രതിസന്ധി? ഇവിടെ എല്ലാം ഇടിച്ച് പൊളിക്കലും നികത്തലുമായിരുന്നു. 2016 എന്തായിരുന്നു? പൊൻപല ഓർമ്മയായിരുന്നു. അപ്പോൾ ഈ 2 പ്രതിസന്ധി കാലഘട്ടങ്ങളും 3 പ്രതിസന്ധി കാലഘട്ടങ്ങളിലും പാർട്ടിക്ക് തരണം ചെയ്യാൻ ഉപകരിക്കുന്ന നിലയിലേക്ക് സമീപനങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും, പാർട്ടിയും പാർട്ടിക്ക് അപ്പുറത്തും സുഹൃത്ത് ബന്ധങ്ങളും എല്ലാവരും കൂടി ഒത്തുകൂടിയപ്പോഴാണ് എനിക്ക് 3 അവസരങ്ങളിലേക്ക് പോയത്. ശരിയാണ്, അങ്ങ് പറഞ്ഞത് കറക്റ്റാണ്. 2011 എന്ന് പറയുന്നത് മൊത്തം പൊളിക്കലും എൻക്രോച്ചുകാരെ ഇറക്കിവിടലുമൊക്കെ ആയിട്ട് വളരെ കലുഷിതമായ രൂക്ഷമായ രാഷ്ട്രീയ പ്രശ്നങ്ങളായിരുന്നു. അവിടെ CPM-നെതിരെ ഒരു വികാരം പോലും ഉണ്ടായിരുന്നു. അതിനെ മറികടന്നാണ് അങ്ങ് ജയിക്കുന്നത്. 2016 വരുമ്പോൾ പെമ്പിളൈ ഒരുമ എന്ന് പറയുന്നത് അതിഭയങ്കരമായ എസ്റ്റേറ്റില് സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയായിരുന്നു. വേണമെങ്കിൽ അവിടെ തോൽക്കാവുന്ന എല്ലാ സാഹചര്യവും ഉണ്ടായിട്ടും അങ്ങ് നല്ല മാർജിനിൽ ജയിച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ മടുത്തു. അതായത് ഈ കുടികൾ മുഴുവനും വീടുകൾ തോറും എത്തിപ്പെടാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളും, എല്ലാ മേഖല, സ്കൂളുകളാകട്ടെ, ആശുപത്രി ആകട്ടെ, റോഡാകട്ടെ, ഈ മേഖലകളെല്ലാം വാസ്തവത്തിൽ 20 വർഷക്കാലം ഓടി മടുത്ത ഒരു കക്ഷിയാണ്. അതിന് ഒരു ഉദാഹരണം കൂടെ പറയാം. 20 വർഷക്കാലം ഒരു 10-25,000 കോടി രൂപയ്ക്ക് മേലിൽ എക്സ്പെൻഡിച്ചർ പദ്ധതികൾ നടപ്പിലാക്കുവാൻ കഴിയുന്ന ഒരു മേഖലയായിരുന്നു. നടന്നു. ഇന്നും അന്ന് എക്സ്പെൻഡിച്ചർ ഉണ്ടാക്കിയ ചെലവ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് LSGD എല്ലാ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലൂടെ മാത്രമാണ് ഈ ചെലവുകൾ വരുത്തിയിട്ടുള്ളത്, ടെൻഡർ എടുത്തിട്ടുള്ളത്. അപ്പം അന്നത്തെ കണക്ക് പെർഫോമൻസ് ഓഡിറ്റ് ആകട്ടെ, LSGD ഓഡിറ്റ് ആകട്ടെ, ഏത് രംഗത്താണെങ്കിൽ പോലും ഒരു വ്യക്തിക്ക് കിട്ടത്തക്ക നിലയിൽ എന്തെങ്കിലും അതിനകത്ത് തിരിമറിവോ മറ്റെന്തെങ്കിലും കാണിച്ചു എന്ന് ഒരു ഘട്ടത്തും ആഡിറ്റ് രംഗത്ത് പറയാൻ പറ്റാത്ത നിലയിലേക്കാണ് വന്നിട്ടില്ല. വന്നത് എവിടെയാണ്? രാജയ്ക്കെതിരെയാണെന്നുള്ളത്. അതെ, അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ്. അതാണ് പ്രശ്നം. അവിടെ വരാൻ കാര്യം എന്താണ്? ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറയുകയും ഉറപ്പുവരുത്തുകയും കോടിയേരി അഭിപ്രായം ആരാഞ്ഞപ്പോഴും ഇല്ല എന്ന് പറഞ്ഞ് ഉറച്ച നിലപാട് എടുത്ത ആളുമാണെന്ന് വെച്ചാൽ ഈ പാർട്ടിയിൽ പാർട്ടി പറയുന്ന നയവും കൂടി ഉൾക്കൊള്ളാൻ ഒരു പാർട്ടി പ്രവർത്തകൻ ബാധ്യസ്ഥനാണ്. അല്ല, യുവാക്കൾ ആരെങ്കിലും കയറി വരണമെങ്കിൽ വരട്ടെ എന്നല്ല, അതൊന്നുമല്ല. പാർട്ടി നയം എന്താണ്? പാർട്ടി നയം 2 പ്രാവശ്യം മത്സരിച്ചാൽ മതി. നമ്മൾ 4 റൗണ്ട് മത്സരിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ പാർട്ടിയുടെ നയം ഉൾക്കൊള്ളാൻ, ഞാൻ ആദ്യം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി മാറണമെങ്കിൽ ആ നയം ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാവണം. അതുകൊണ്ട് മാത്രമല്ല, ഓടി മടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ മതി. പിന്നെ പാർട്ടിയുടെ ഭാഗമായിട്ട് വേണമെങ്കിൽ മാറാം. ആ നിലയിലേക്ക് മനസ്സ് അങ്ങോട്ടേക്ക് മാറിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ആ നിലയിൽ പാർട്ടിയുടെ ഭാഗമായ നയം സ്വീകരിക്കാൻ തയ്യാറായത്. ആ നയത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഉള്ള ആൾ, അതായത് എനിക്കെതിരെ ആക്ഷേപം പറഞ്ഞിട്ടുള്ള, തുടക്കം കുറിക്കുക എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് മെമ്പറാണല്ലോ, ആദ്യത്തെ ആധികാരികമായ അഭിപ്രായം പറയാനുള്ള ആൾ. ശശി അടക്കമുള്ള ആളുകൾ ഈ പറഞ്ഞ പാർട്ടി സെൻട്രൽ കമ്മിറ്റിയുടെ നയപരമായ തീരുമാനത്തിനെ എന്തുമാത്രം ഉൾക്കൊള്ളുന്നു എന്ന് ഇന്നും സാധാരണ പാർട്ടിക്കാരനും അല്ലാത്തവർക്കും നോക്കാലോ.
അല്ല സാർ, ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു പാർട്ടിയെന്നും ഒപ്പം തന്നെ ഉൾപാർട്ടി ജനാധിപത്യം, അതാണ് ഏറ്റവും ശരി. അങ്ങനെ നിലനിൽക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ അങ്ങക്ക് ഈ പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പറും കൂടിയായിരുന്നല്ലോ അങ്ങ്. അല്ല അല്ല പാർട്ടിയുടെ ജില്ലാ അതൊക്കെയാണല്ലോ സെക്രട്ടറി. അതൊക്കെയാണല്ലോ പ്രശ്നങ്ങള്. ആ. അതൊക്കെയാണ് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലല്ലോ. ഞാൻ ഒരു വിവാഹിതയായിട്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലൊന്നും അല്ല കാണുന്നത്. വരദന്റെ കാലം മുതൽ വരദനെടുക്കാം. വരദന്റെ കാലം മുതൽ ഇങ്ങോട്ടേക്കുള്ള ഏതെങ്കിലും ഭാഗത്ത് അങ്ങനെ ഒരു ബുദ്ധിയോടുകൂടി ചിന്തിക്കാനോ അല്ലെങ്കിൽ സാമൂഹിക വ്യവസ്ഥ പഠിക്കുവാനോ അതിനെ മറികടക്കാനോ വ്യവസ്ഥകളിലേക്ക് കുറച്ചെന്തെങ്കിലും മാറ്റം വരുത്താനോ കഴിയുന്ന ശേഷിയുള്ള പ്രാപ്തിയുള്ള ഒരാൾ മൂന്നാറിൽ ഇല്ല എന്നുള്ളതാണല്ലോ കാഴ്ചപ്പാട്. പാർട്ടിയുടെ കാഴ്ചപ്പാട് അതല്ലേ? അങ്ങനെയാണല്ലോ. ഇടക്കാലം കൊണ്ട് സുന്ദരമാണിക്കും കുറച്ച് നാൾ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങേർക്ക് ആ കാഴ്ചപ്പാട് ഇല്ലായിരുന്നുള്ളത് കൊണ്ടാണല്ലോ കെ വി ശശി വന്നത്. കെ വി ശശിക്ക് കാഴ്ചപ്പാടും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നാണല്ലോ വെപ്പ്. പക്ഷെ ആ ഒരാളുടെ കാഴ്ചപ്പാടാണോ അതാണോ പാർട്ടി? അങ്ങനെയാണോ പാർട്ടി? ദീർഘകാലം ഒരു സെക്രട്ടേറിയറ്റ് മെമ്പറായി അല്ലെങ്കിൽ ഒരു സ്ഥാനത്ത് ഇപ്പം പാർലമെന്ററി MLA ആയി തുടർന്നു 2 പീരീഡ് അല്ലെ 3 പീരീഡ് അല്ലെ പോട്ടെ. അത് കഴിഞ്ഞിട്ട് ഒരു യൂണിയൻ പ്രസിഡന്റായി അല്ലെങ്കിൽ പിന്നെ സെക്രട്ടേറിയറ്റ് മെമ്പറായി, അതല്ലെങ്കിൽ PLCയുടെ മെമ്പറായി, അതല്ലെങ്കിൽ ബാങ്കിന്റെ പ്രസിഡന്റായി. ഒരാളിനെ എത്ര കാലത്തേക്ക് ഇരിക്കാം? പിന്നെ പാർട്ടിക്ക് തീരുമാനിക്കാം എത്ര കാലം വേണേലും ഇരിക്കാൻ ഇളവ് വരുത്തി കൊടുക്കാം. ഞാൻ പറയുന്നത് ഇളവ് കൊടുത്തോട്ടെ, ഇനിയും 10 കൊല്ലത്തേക്ക് ഒരു സെക്രട്ടറി 10 കൊല്ലത്തേക്ക് ഇനിയും കൊടുക്കട്ടെ. പക്ഷെ അതിനെ വെല്ലുന്ന നിലയിലോ അല്ലെങ്കിൽ സമാന്തരമായോ ചിന്തിക്കാനുള്ള ഒരാൾ പോലും മൂന്നാറിൽ ഇല്ല എന്നാണോ പാർട്ടി കരുതുന്നത്? ഇതാണ് എൻ്റെ ചോദ്യം. കരുതുന്നുണ്ടോ? അവിടെ വേറെ ആരും കെ വി ശശിയുടെ ഒപ്പം ചിന്തിക്കാനുള്ള ആൾ ഇല്ല എന്നുള്ളതാണോ കാഴ്ചപ്പാട്? സാർ, 3 തവണ MLA ആയിരിക്കുക, 1 തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുക, പിന്നെ പാർട്ടിയുടെ മറ്റു സ്ഥാനങ്ങൾ വഹിക്കുക, ഏറെക്കാലത്തെ പരിചയം, പാർട്ടി പ്രവർത്തന പരിചയം, ഒരു നിസ്സാര സ്വാധീനമല്ലല്ലോ അങ്ങേക്ക് ഈ പാർട്ടിയിലുള്ളത്. ഞാൻ പറഞ്ഞത് അപ്പൊ ഈ പറയുന്ന ഏത് സെക്രട്ടേറിയറ്റ് മെമ്പറെ മറികടക്കാനുള്ള സ്വാധീനം അങ്ങേക്കില്ലേ? എനിക്കില്ലെന്ന് വെക്കാം. അത് പാർട്ടി തീരുമാനമാണ്. ഉൾക്കൊള്ളാൻ തയ്യാറാണ്. ഉൾക്കൊണ്ടു. ഇത്രയും കാലം ഉണ്ടായിരുന്നു. പക്ഷേ പാർട്ടിയുടെ നയം കൊണ്ട് മറ്റ് എന്തെങ്കിലും കൃത്രിമം കാണിക്കാൻ പാർട്ടിക്കകത്ത് ആർക്കും അവസരം ഉണ്ടാവരുത്. അതങ്ങനെ ചെയ്യരുത്. അത് ഒരു സെക്രട്ടേറിയറ്റ് മെമ്പർ എന്നുള്ള നിലയിൽ 6 ആണേലും ശശിയല്ല 6 ആണേലും നിയന്ത്രിക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ അവരത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരനായ ഒരു ചോദ്യം ചോദിക്കും. അപ്പൊ ഈ ചോദ്യം ഭാവിയിലേക്ക് ഗുണം ചെയ്യില്ല എന്ന് ഒരാളിനെ എപ്പോഴാണ് ഇവനെ പുറത്താക്കുക? എന്തെല്ലാം നോക്കുക? എല്ലാം കൂടെ നോക്കുക. പെണ്ണുപിടിയുണ്ടോ, വെള്ളം കുടിയുണ്ടോ, അല്ലെ കാശ് വാങ്ങിക്കുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും നോക്കുക. ഇതിൽ പറുക്കില്ലാതെ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള നിലയിലേക്കല്ലേ. അപ്പം ചില ഘട്ടങ്ങളിൽ ചില സ്ത്രീകളുടെയൊക്കെ പേരങ്ങനെ ചേർത്തൊക്കെ പറഞ്ഞു നോക്കി. ഒരിക്കൽ പത്രത്തിലൊക്കെ വന്നു. അങ്ങനെ ചിലത് ഇട്ട് നോക്കി. ഇതൊന്നും പിടിക്കുന്നില്ല. അവസാനം പാർട്ടി തീരുമാനത്തിലേ നടക്കത്തുള്ളൂ എന്ന് വെച്ചാൽ പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ. അപ്പൊ ഇത് എസ് രാജേന്ദ്രൻ മുൻ MLA-യും പാർട്ടിയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് അല്ല, അല്ല, വ്യക്തിയും തമ്മിലുള്ള അത്രേ കോൺഫ്ലിക്റ്റ് ഉള്ളൂ. അല്ലേ? അപ്പൊ അത് അങ്ങനെ വളരെ ചുരുങ്ങി കാണാം. അപ്പൊ പാർട്ടി ഇതിനെ വളരെ ചുരുങ്ങി കാണേണ്ടതിന് പകരം കുറെ കൂടി വിശാലമായ അർത്ഥത്തിൽ ടേക്കപ്പ് ചെയ്ത് പരിഹരിക്കേണ്ട പരിപാടിയാണ് ചെയ്യേണ്ടത്. എന്നോ പരിഹരിക്കേണ്ടതാണ് അല്ലേ? ഇന്നല്ല എന്നോ. പക്ഷെ നേതാക്കന്മാർക്ക് ബോധ്യമുണ്ട് അതങ്ങനെ ഒറ്റയ്ക്ക് പരിഹരിക്കാൻ പറ്റുന്നതും അല്ല. എന്തുകൊണ്ട്? അത് പാർട്ടിയുടേതായുള്ള ഒരു സിസ്റ്റം ഉണ്ട്, ഒരു ചട്ടക്കൂടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇത് തീരുമാനം എടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് ആകുന്നില്ല. എവിഡൻസ് ഇല്ലാഞ്ഞിട്ടല്ല, തക്കതായ കാരണങ്ങളില്ലാഞ്ഞിട്ടല്ല. കാരണങ്ങളെല്ലാം പാർട്ടിക്ക് ബോധ്യമുണ്ട്. ഞാൻ രാജയ്ക്കെതിരെ പ്രവർത്തിച്ചോ ഇല്ലയോ എന്ന് ഇന്ന് എനിക്കെതിരെ സാക്ഷി പറയാൻ വേണ്ടി പറഞ്ഞ ആളുകൾ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്കറിയാം. അവർ പാർട്ടി നേതാക്കന്മാരുടെ കമ്മീഷൻ വന്ന ആളുകളോട് എന്ത് പറഞ്ഞെന്ന് അവർക്കും അറിയാം. അവരുടെ മനസ്സെന്താണെന്ന് ഇപ്പോഴും അറിയാം. ഇനി ഈ പറഞ്ഞ ആളുകൾ എന്തെല്ലാം ചെയ്തു കൂട്ടുന്നു, എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും അവർക്കറിയാം. അപ്പം പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എന്തിനാണെന്ന് നമുക്ക് അത്ര നിർബന്ധം? അവരെല്ലാം നന്നാക്കിയാലേ നമ്മൾ പാർട്ടിക്കകത്ത് നിൽക്കാൻ പറ്റുള്ളൂ. നമുക്ക് നിർബന്ധം വെക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങക്കെതിരെ വളരെ ആസൂത്രിതമായി ബോധപൂർവം ഒരു കാരണം കണ്ടെത്തുകയായിരുന്നു എന്നാണ് അങ്ങ് പറയുന്നത് അല്ലേ? പോലീസ് സ്റ്റേഷനിൽ ഒരു FIR ഇട്ടു. FIR. ഞാൻ ഒരു ഉദാഹരണം പറയാം. FIR ഇട്ടു. കേസ് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമാണ്. ആ റിപ്പോർട്ടിൽ ഇപ്പോൾ എത്രമാത്രമാണ് ഇപ്പോൾ കോടതികളെ സംബന്ധിച്ചും പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ചും കമ്മീഷനെ സംബന്ധിച്ചും വരുന്നത് എങ്ങനെയാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എടുത്ത ഒരു തീരുമാനം കമ്മീഷൻ റിപ്പോർട്ട് ഞാൻ ഉൾക്കൊള്ളുന്നു. ഓക്കെ, അത് പാർട്ടി എടുക്കുന്ന ഒരു കമ്മീഷൻ വസ്തുതാപരമായ ഒരു സമീപനത്തിൻ്റെ പുറത്ത് കണ്ടെത്താൻ പറ്റിയോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡാണ്.
പക്ഷെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് അതങ്ങ് നടന്നു തീർത്തു. അത് വളച്ചൊടിക്കാനും ഇല്ലാതാക്കാനുമുള്ള ശേഷിയും പ്രാപ്തിയൊന്നും എനിക്കില്ല. ആദ്യം കുറെ വിവാദങ്ങൾ ഉണ്ടായിരുന്നല്ലോ. പാർട്ടി തിരിച്ച് അങ്ങേ ക്ഷണിക്കുകയും അങ്ങ് പാർട്ടിയുടെ ഒരു പരിപാടിയിൽ മൂന്നാറിൽ പങ്കെടുക്കുകയും അതിന് വലിയ വാർത്താ പ്രാധാന്യവും എസ് രാജേന്ദ്രൻ MLA പാർട്ടി വിടില്ല എന്ന് അച്ചു നടത്തപ്പെടുകയും അല്ലെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസ് വരികയൊക്കെ ചെയ്തൊരു Yes, കാലം അങ്ങ് ഓർക്കുന്നു. അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പോട് ബന്ധപ്പെട്ടാണ്. ബന്ധപ്പെട്ടായിരുന്നു. എൻ്റെ മെമ്പർഷിപ്പിൽ ഞാൻ കുഴപ്പം കാണിച്ചു എന്നുള്ളതാണല്ലോ. എത്ര കൊല ഒരാൾ ഓർത്തനെ കൊന്നു, കൊലക്കുറ്റം ചെയ്ത ആളിനെ പോലും ശിക്ഷിക്കുന്ന മുമ്പ് നീ ഇത് ചെയ്തോ എന്ന് ചോദിക്കാറുണ്ട്. എൻ്റെ പേരിൽ കമ്മീഷൻ വെക്കുന്ന മുമ്പോ, എന്നെ 24 വാർത്തയിൽ വരുന്ന മുൻപോ, അന്ന് ജില്ലാ സെക്രട്ടറിയായ ജയചന്ദ്രനോ അന്നത്തെ മന്ത്രിയായ എം മണിയോ അല്ലെങ്കിൽ ഈ KV ശശിയോ ആരെങ്കിലും നീ എന്തിനാണ് ഇന്നയാളോട് രാജിക്കെതിരെ ഇന്നത് പറഞ്ഞു എന്ന് ഏതെങ്കിലും ഒരു സമയത്ത് ആരെങ്കിലും എപ്പോഴെങ്കിലും എന്നോട് ചോദിച്ചോ? പാർട്ടിക്കകത്ത് ചോദിച്ചോ? വ്യക്തിപരമായി ചോദിച്ചോ? ഒന്നുമില്ലല്ലോ. പാർട്ടി ജില്ലാ കമ്മിറ്റിക്കകത്ത് രാജേന്ദ്രൻ്റെ പേരിൽ പാർട്ടിക്ക് ആക്ഷേപമുണ്ട്. പാർട്ടിക്ക് ആക്ഷേപമൊക്കെ അതിനെന്നെ കുഴപ്പം? അന്വേഷിക്കാം, വ്യക്തത ഉണ്ടാക്കാം, ക്ലിയർ ചെയ്യാം. അതൊക്കെ ഉൾക്കൊള്ളാൻ ഒരു പാർട്ടി മെമ്പർക്ക് ബാധ്യതയുണ്ട്. പക്ഷേ ഇതൊന്നും ചെയ്യാതെ പെട്ടെന്ന് ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു. നിന്റെ മെമ്പർഷിപ്പ് വേണ്ട, വേണ്ട, ഏകപക്ഷീയമാണ്. ഏകപക്ഷീയമാണ്, വേണ്ട. അതിനെ സഹായിക്കാനാണ് ഒരു കമ്മീഷൻ റിപ്പോർട്ട്. ആ കമ്മീഷനിലെ അംഗങ്ങൾ ഇപ്പോൾ പറയട്ടെ ഞാൻ എന്ത് ചെയ്തു 4 കൊല്ലമായിട്ട്. അതാ ഞാൻ പറഞ്ഞത്, ബ്രാഞ്ച് 100 ഏതാണ്ട് 100ൻ്റെ മേളിൽ 1000ൻ്റെ ഉള്ളിൽ നിൽക്കാവുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങൾ, 100 കണക്കിനുള്ള ലോക്കൽ സമ്മേളനം, വിരളിലുണ്ടാവുന്ന ഏരിയ സമ്മേളനങ്ങൾ, എവിടെയെങ്കിലും ഏതെങ്കിലും ഞാൻ ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും പാർട്ടിക്കെതിരെ ഇപ്പോഴെങ്കിലും അത് പരിഹരിക്കപ്പെട്ടോ, മനസ്സിലാക്കാൻ സാധിച്ചോ? പക്ഷെ ഉള്ളുകൊണ്ട് ഇപ്പോഴെങ്കിലും തിരുത്താൻ സാധിക്കുമെങ്കിൽ സാധിക്കാൻ നല്ലതാണ്. അതെ, ഇനിയിപ്പോൾ ഒരു ഇലക്ഷൻ വരുന്നുണ്ട്, അധികം താമസിച്ച ഇലക്ഷൻ വരുന്നുണ്ട്. മൂന്നാറിൽ അങ്ങയുടെ സ്വാധീനം ചെറുതല്ലെന്ന് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ അങ്ങ് ഇതിനിടയിൽ മറ്റ് ചില പാർട്ടിയിലേക്ക്, പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്ന വലിയ പരസ്യം അതിൽ ലഭിക്കുകയുണ്ടായി. അത് അങ്ങ് ഡൽഹിയിൽ പോയി ജാവ്ദേക്കറെ കണ്ടു തുടങ്ങിയ ചില വാർത്തകളൊക്കെ അത് ശരിയോ തെറ്റോ എന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ അങ്ങനെ പ്രചരിച്ചു. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അതായത് BJPയിൽ ചേർന്നു എന്നുള്ള വാക്ക് ശരിയല്ല, CPIയിൽ ചേർന്നു എന്നും പറഞ്ഞിരുന്നതും ശരിയല്ല, കോൺഗ്രസിൽ ചേർന്നിരുന്നു പറഞ്ഞതും ശരിയല്ല. ഇപ്പോൾ അടുത്ത കാലത്ത് RPIയിൽ ചേർന്നു എന്ന് പറയുന്നതും ശരിയല്ല. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഞാൻ വേറെ പാർട്ടിയിൽ ചേർന്നു എന്ന് എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ ഫോട്ടോ നടക്കുന്നത് പോലെ കാണും, അതിലേ പോകുന്ന പോലെ കാണും, ഇതിലേ വരുന്ന പോലെ കാണും, ഞാൻ ഏതോ പാർട്ടിയിൽ ചേർന്നത് ആരെങ്കിലും പറയാറുണ്ട്. അതൊന്നുമല്ല. ജാവ്ദേക്കറെ കണ്ടതൊക്കെ ശരി തന്നെ. അത് ഇപ്പം മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള 46 കിലോമീറ്റർ അന്നത്തെ 381 കോടി രൂപയ്ക്ക് സുധാകരനുള്ള സമയത്ത് കേന്ദ്രം അനുവദിച്ചു തന്നിട്ടുള്ള ഒരു ഫണ്ടിനെ എത്ര സ്റ്റേ, എത്ര ഹൈക്കോടതി, എന്തെല്ലാം പ്രശ്നങ്ങൾ. അങ്ങനെ ഒരു 7-8 പ്രയാസമെങ്കിലും NOC കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു ബന്ധത്തിൻ്റെ ബേസിലാണ്. ഒരു ആവശ്യം വന്നു, അങ്ങനെ കണ്ടു. പക്ഷേ ഞാൻ അന്ന് രാഷ്ട്രീയ രംഗത്തല്ലല്ലോ. ആ പാർട്ടിയെ സംരക്ഷിക്കേണ്ട ബാധ്യത അവർക്കുണ്ട്, എനിക്കുമുണ്ട്, ഇല്ലെന്നല്ല. ഞാൻ ജാവ്ദേക്കറെ കാണാൻ പോയത് വ്യക്തിപരമായ കാര്യത്തിന്. അത് മുതലാക്കാൻ വേണ്ടി പത്രക്കാരും മറ്റുള്ളവരും ഉപയോഗിച്ചു, അതൊക്കെ ശരി തന്നെ. ഞാൻ BJP ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്. പക്ഷെ മാർക്സിസം പറഞ്ഞിട്ടുള്ളത് എന്നറിയോ? മാറ്റം എല്ലാത്തിനും വിധേയമാണ്. മാർക്സിസം പറഞ്ഞത് എല്ലാം മാറ്റം തന്നെയാണ്. എല്ലാം മാറും, എപ്പോഴും മാറും, മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങ് ഇപ്പോഴും വെയിറ്റ് ചെയ്യുക? ഞാൻ പറയുന്നത് പാർട്ടിക്ക് വേണ്ടി ഇപ്പോഴും വെയിറ്റ് ചെയ്യുമല്ലേ. മാറ്റത്തിന് വിധേയമാണ്. മാറ്റം എന്നുള്ള വാക്കിന് മാത്രമാണ് മാറ്റമില്ലാത്തത്. അതുകൊണ്ട് ഈ സാഹചര്യങ്ങൾ ഞാൻ പറയുന്ന ഓരോ പാർട്ടികളും ഓരോ കാലഘട്ടത്തിലും ഇപ്പോൾ ഏത് പാർട്ടിയാണ് ഒരു കമ്മിറ്റഡ്, ഞാൻ പറയുന്നത് നയപരമായ തത്വാധിഷ്ഠമായ കാര്യങ്ങളിൽ മാറ്റമില്ല. അതായത് രേഖയിൽ, നയങ്ങളിൽ, ഇതിലൊന്നും മാറ്റമില്ല. പക്ഷേ ഏതെങ്കിലും സോഷ്യൽ കമ്മിറ്റ്മെൻ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടി ഇന്നത് തന്നെയാണ്, നയപരമാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേതാക്കന്മാർക്ക് പോലും ആ നയത്തിൻ്റെ ഉള്ളിൽ നിൽക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന സാധാരണക്കാരുണ്ടോ? പൊളിറ്റിക്കൽ കമ്മിറ്റഡ് ആർക്കെങ്കിലും ഉണ്ടെന്ന് പറയാനുണ്ടോ? ഏതെങ്കിലും പാർട്ടിയിലുണ്ടോ? തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്നും പറഞ്ഞ് അതിനെ നിലനിർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ കാണും. ഇപ്പോൾ തലപ്പത്ത് പിണറായി ഉണ്ട്, ഇപ്പോൾ കോയിന്ന മാസ്റ്റർ ഉണ്ട്, അങ്ങനെയുള്ള അങ്ങനെയൊക്കെ നേതാക്കന്മാരുണ്ടാവും. ഇവിടെയും
സത്യസന്ധമായ ആളുകൾ കാണും. അവരെക്കാളും ഒരുപാട് ആളുകളാണ് സാധാരണക്കാർ. പാർട്ടിയെ നിലനിർത്തണം, അത് അവരുടെ ആവശ്യമാണ്. അവരാണ് പാർട്ടി. അവരാണ് പാർട്ടി. പക്ഷെ അവരെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞാൽ ഞാൻ പാർട്ടി പറയുന്ന പോലെ ആകുമോ? ഞാൻ പറയാണ് പാർട്ടി ഇങ്ങനെ തീരുമാനം എടുത്തതെന്ന്. എന്നാൽ ഈ എല്ലാ ആളുകളും അഭിപ്രായം ഒരുമിച്ച് യോജിപ്പിച്ചിട്ടാണ് ചെയ്തത്, അല്ലല്ലോ. അതാണ് പ്രശ്നം. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അങ്ങയോട്. ഇതൊന്ന് തീർത്തേക്കാം. ആ. അതുകൊണ്ട് BJP-യിൽ പോയോ എന്ന് ചോദിച്ചാൽ ഈ സെക്കൻഡ് വരെ പോയിട്ടില്ല എന്ന് ഞാൻ പറയാം. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആണ്. ആ സെൻട്രൽ ഗവൺമെൻറ് BJP ആണ് എന്നുള്ളത് കൊണ്ട് DMK-യോ അല്ലെങ്കിൽ പിന്നെ CPM-ഓ CPI-യോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടികൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓരോ ആനുകൂല്യം ഞങ്ങൾക്ക് വേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? പറയാനോ? ആവുമോ? പറ്റുമോ? ഒരിക്കലും പറയാനാവില്ല. ഇത് ഒരു ആവൂല. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ആവൂല. ജനാധിപത്യ സർക്കാർ. എന്തുകൊണ്ട്? ഇപ്പം അറിഞ്ഞും അറിയാതെയോ ആണേലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ പാർട്ടികളിലും ഇങ്ങനെ കറക്കം കറങ്ങിയ ആളുകൾ, മുന്നണി ബന്ധങ്ങൾ അത് ഇതൊക്കെ വരാതിരിക്കുന്നുണ്ടോ? എല്ലാം ഉണ്ടല്ലോ. അപ്പം അതല്ല, ഒരു വ്യക്തിയുടെ താല്പര്യവും സാമ്പത്തിക നേട്ടവും എന്താണോ അതാണ് അവന്റെ രാഷ്ട്രീയം. ആണോ? അപ്പൊ അങ്ങ് പൂർണ്ണമായി തള്ളുന്നില്ല. അതാണോ ഞാൻ പറഞ്ഞത്? BJP എന്നുള്ളത് മാത്രമല്ല, ഏത് പാർട്ടി, ഏത് പാർട്ടിയാ? ഒരു വ്യക്തിയുടെ സാമ്പത്തിക നേട്ടമാണ് അവന്റെ രാഷ്ട്രീയം. അതിനെ സംരക്ഷിക്കാൻ കഴിയുന്ന ഏത് ബലവും ഏത് ശക്തിയും അവനക്ക് സ്വീകരിക്കാവുന്ന. പണ്ടൊരു ആദർശാത്മക രാഷ്ട്രീയമൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നു. അത് വന്ന് പാർട്ടികളെല്ലാം തന്നെ ഒരേ വഴിയിലാണ് ഇപ്പൊ സഞ്ചരിക്കുന്നത്, അല്ലേ? അത് ഞാനത് അങ്ങനെ തുറന്നു പറയുന്നില്ല. കാരണം ഞാൻ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ എങ്ങോട്ടും ചുവട് വെക്കുകയോ ഉറപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. മെമ്പർഷിപ്പ് പുതുപ്പിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എന്തുകൊണ്ട്? എൻ്റെ മെമ്പർഷിപ്പിൻ്റെ അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു. അതിൻ്റെ അന്തസ് അല്ലെങ്കിൽ പാർട്ടി മെമ്പറായിരിക്കുവാനുള്ള ആ യോഗ്യത നഷ്ടപ്പെട്ടു എന്ന് പാർട്ടി കണ്ടെത്തിയപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ യോഗ്യത ഉണ്ടാവുക? എങ്ങനെ ഉണ്ടാവുക? അല്ല, കുറെ കാലം കഴിഞ്ഞ് പുറത്ത് നിർത്തിയിട്ട് പാർട്ടി തിരിച്ചെടുക്കാറൊക്കെ ഉണ്ടല്ലോ. തിരിച്ചെടുക്കാം. അങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് 2021 നടപടി ചോദിച്ചതുകൊണ്ട് പറയാ. 2020 ഞാൻ കോടിയേരിക്കും ജയചന്ദ്രൻ പിന്നെ അന്നത്തെ ജില്ലാ സെക്രട്ടറിയും കൊടുത്ത പരാതിയിൽ KV ശശിയുടെ പേരിൽ എന്താണ് പരാതി? അവരെന്താണ് നടപടി സ്വീകരിച്ചത്? ആ നടപടി സ്വീകരിക്കാതിരിക്കുകയല്ലേ എനിക്ക് നടപടി വന്നത്. അപ്പം ഞാൻ മെമ്പർഷിപ്പിലേക്ക് പോയ പിന്നെ ആദ്യത്തെ നടപടി ഞാൻ പരാതിയുടെ പേരിൽ എന്ത് നടപടി ചോദിക്കണ്ടേ? ഞാൻ 2020 കൊടുത്തിട്ടുള്ള പരാതിയുടെ പ്രസക്തം ഇപ്പോഴും അതേപടി നിൽക്കുകയാണ്. അന്ന് ഞാൻ ചോദിക്കാൻ വന്ന ഇതാണ്, അക്കാലത്ത് ഈ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് അങ്ങയുടെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കാര്യത്തിലെങ്കിലും. സോഫ്റ്റ് കോർണറല്ല ഞാൻ പറയുന്നത്. ഭരണകക്ഷിയായിരിക്കുന്ന ഏത് പാർട്ടിക്കും വിജിലൻസ് ഉണ്ട്, ഇൻ്റലിജൻസി ഉണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്. ഈ ബ്യൂറോ പോലെ തന്നെ പാർട്ടിക്കകത്ത് ആത്മാർത്ഥമായ ബന്ധങ്ങൾ, ദീർഘകാല ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ സത്യസന്ധമായ പെരുമാറ്റങ്ങൾ ഉള്ളതുണ്ട്. പണ്ട് ഞാൻ SFI ഇങ്ങനെ അതിന് മുമ്പൊക്കെ തൊട്ടിങ്ങനെ വരുന്ന കാലത്ത് നേതാക്കന്മാർ ഒരു ക്രോസ് ചെക്കിംഗ് ഉണ്ടാകും. അതായത് ഇപ്പോൾ പാർട്ടി ഏരിയ കമ്മിറ്റി ഒരു തീരുമാനം എടുത്ത് കൊടുത്തു. അപ്പോൾ അവർ പാർട്ടി കമ്മിറ്റിയുടെ നേതാക്കന്മാരുമായിട്ടുള്ള വ്യക്തിബന്ധങ്ങളിൽ വ്യക്തിപരമായെങ്കിലും ഇക്കാര്യങ്ങളിൽ പരിശോധിക്കും. നേരിട്ട് അറിയാവുന്നവരാണെങ്കിൽ നേരിട്ട് ചോദിക്കും, മനസ്സിലാക്കും. നടപടിയെടുക്കുന്നതിന് മുമ്പ് തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ വ്യക്തിപരമായി അയാളെ തിരുത്തിക്കും, ബോധ്യപ്പെടുത്തും, കമ്മിറ്റിക്കകത്ത് ചർച്ച ചെയ്യും. അവസാനമാണ് പരസ്യമായി പറയുകയും പുറത്താക്കുകയോ നോട്ടീസ് ഒട്ടിക്കുകയോ അല്ലെങ്കിൽ പിന്നെ സർക്കുലർ കൊടുക്കുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്യുന്ന അവസാനത്തെ ഘട്ടത്തിലേക്കാണ് വരിക. ഇതൊന്നും നമ്മുടെ ഭാഗത്തുണ്ടായില്ലല്ലോ. അപ്പം പാർട്ടി എടുക്കുന്ന നിലപാട് എന്താണ് എന്നുള്ളത് സോഫ്റ്റ് കോർണർ അല്ല. ആ ക്രോസ് ചെക്കിംഗ് ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം ഇല്ലാത്തതിൻ്റെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് അദ്ദേഹം ഏതെങ്കിലും രൂപത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവണം, എന്നോട് സംസാരിച്ചു. ആ ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 4ാമത്തെ മാസം മെമ്പർഷിപ്പ് പുതുപ്പിച്ചോളാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ചത്താൽ 5 വട്ടം ചത്തിട്ടുണ്ടാവണം. ആനയുടെ മുമ്പിലും മറ്റ് ചില പ്രശ്നങ്ങളുടെ മുമ്പിലും. അതിനെല്ലാം എന്തോ ഭാഗ്യം കൊണ്ടൊക്കെ രക്ഷപ്പെട്ടു. അതിന് മുമ്പുണ്ടായിരുന്ന പാർട്ടി വളർത്തുന്നതിൽ താഴെത്തട്ടിലുള്ള പാർട്ടി സഹാക്കളോടൊപ്പവും മേളിൽ നേതാക്കന്മാരോടൊപ്പവും എൻ്റെയും പങ്കുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനങ്ങ് വളർന്നു വന്ന സാഹചര്യത്തിൽ അതൊന്നും കണക്കിലെടുക്കാതെ നീ ഇങ്ങനെ ചെയ്തോ എന്ന് ഒരു വാക്ക് പോലും ചോദിക്കാതെ 40 വർഷത്തെ അധ്വാനം ഒന്നുമില്ലാതെ വെള്ളത്തിലെടുത്ത് ഇട്ടതുപോലെ എന്ന് എടുത്തിട്ട് ഇങ്ങനെ ഇടും എന്ന് അങ്ങനെയുള്ള ഒരു നടപടിയിലേക്ക് ആ മെമ്പർഷിപ്പിനെ അങ്ങ് കളഞ്ഞപ്പോൾ പിന്നെ
പാർട്ടി അത്രയല്ല ഒരു പാർട്ടി മെമ്പർക്ക് അല്ല കൊടുക്കുന്ന സാർ, പ്രാധാന്യം. എസ് രാജേന്ദ്രൻ MLA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇവിടെ വിടുക. സാധാരണക്കാർക്കിടയിൽ ആർക്കും പരിചയപ്പെടുത്തേണ്ട ഒരു വ്യക്തിത്വം അല്ലല്ലോ. അത്രമാത്രം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയും 15 വർഷം MLA ആയിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഗ്രാമ ഭൂവിലെ സാധാരണ ജനങ്ങൾക്ക് പോലും ഈ പേരും ആളെയും നേരിട്ട് പരിചയമുണ്ടല്ലോ. തന്നിൽ അങ്ങക്ക് വേറൊരു വ്യക്തി ഇതും കൂടി ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങ് രാഷ്ട്രീയതരമായി എല്ലാവരുമായി ഇടപെടുന്നു എന്നാ. ഇപ്പൊ ഒരു പാർട്ടിയുടെ വോട്ട് കൊണ്ട് മാത്രമല്ലല്ലോ അങ്ങ് ജയിക്കുന്നത്, ഇതര പാർട്ടികളുടെ വോട്ട് കൊണ്ടും ജയിക്കുന്നില്ലേ? ആർക്കും സ്വന്തം പാർട്ടിയുടെ വോട്ട് കൊണ്ട് മാത്രം ജയിക്കാൻ പറ്റത്തില്ല, മറ്റുള്ളവരുടെ സഹായം വേണം. വേണം. ഇതെല്ലാം പോകട്ടെ, 40 വർഷക്കാലം അധ്വാനത്തിന്, ആ അധ്വാനത്തിൻ്റെതായുള്ളത് മെമ്പർഷിപ്പാണല്ലോ. അത് ആ അധ്വാനത്തിനെ കണക്കിലാക്കാതെ, ഒരു അധ്വാനത്തിൻ്റെ പാർട്ടി അങ്ങനെ ഒരെണ്ണത്തിന് കണക്കാക്കാതെ വളരെ പുച്ഛമായി കണക്കാക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ താല്പര്യം എന്താണ്? ഇത്രയും വർഷക്കാലം അധ്വാനിച്ച ഒരു അധ്വാനം, അല്ലെങ്കിൽ അയാളുടെ ജീവിതം, അല്ലെങ്കിൽ ഇത്രയും കാലം അയാളുടെ ജീവിച്ച രീതി, അതെല്ലാം മനസ്സിലാക്കാതെ എന്ത് കാരണത്തിനാണ് പെട്ടെന്ന് അയാളുടെ പേരിൽ നടപടിയിലേക്ക് വരുന്നത്? അയാളെ മെമ്പർഷിപ്പിൽ നിന്ന് അങ്ങ് മാറ്റിയേക്കാം എന്ന് കരുതുന്നത് എന്തുകൊണ്ടാണ് ഒരു ഡീ പ്രൊമോട്ട് വരുന്നത്? ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ എന്താണ്, എനിക്ക് ഡീ പ്രൊമോട്ട് വന്നപ്പോൾ, ഇപ്പോൾ ഇവിടെ ടി കെ ഷാജി ഞാനും ഈ EMS ഈ പാർട്ടി ആഫീസ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ, ഞങ്ങൾ അന്ന് ഇവിടെ വലിയപറമ്പിൽ ടൂറിസ്റ്റ് ഹോമാണ്, ഞങ്ങൾ അവിടെ പോയി നിന്ന് ഒരുമിച്ച് ഒരു ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ വന്നു. അപ്പോൾ ഞങ്ങൾ അന്ന് മുതലേ DYFI രംഗത്തുണ്ട്, AM തോമസ് ഉണ്ട്. അപ്പോൾ അന്ന് മുതൽ വന്നിട്ടുള്ള ഞങ്ങളെ കണ്ട് വളർത്തിയെടുത്ത ആളുകൾ MM മണി, ജയചന്ദ്രൻ എന്നുള്ളത് ആത്മാർത്ഥമായി പറയുമ്പോൾ, ആ ആത്മാർത്ഥത അവർക്കും ഉണ്ടായിരുന്നുവെങ്കിൽ രാജേന്ദ്രൻ ഇത് ചെയ്യുമോ എന്നുള്ള തോന്നൽ അവർക്കില്ലാതെ 40 വർഷക്കാലത്തെ അധ്വാനത്തിന് വെറും ഒരു വളരെ പുച്ഛമായി കരുതിയാൽ, പിന്നെ അവർ കരുതിയത് ആ മെമ്പർഷിപ്പിനെ അത്ര പുച്ഛമായിട്ടല്ലേ? അത്ര ഒരു വൃത്തികെട്ടവൻ എന്തിനാണ് ഇവർ 40 വർഷക്കാലം കൊണ്ടു നടന്നത്? അതൊക്കെ നമുക്ക് ഇനിയും ചർച്ച ചെയ്യേണ്ടതാണ്. ഇനിയും ആ കാര്യങ്ങൾ മഞ്ഞുരുകി തീരേണ്ടത് തന്നെയാണ് സാർ, യാതൊരു സംശയമില്ല. ഞാൻ MM മണിയെയോ ജയചന്ദ്രനെയോ കുറ്റം പറയുന്നില്ല. ഞാൻ അങ്ങ് പറഞ്ഞിട്ട് ഒരു കാര്യം വിട്ടു, കോടിയേരി കട പറഞ്ഞു വന്നപ്പോൾ, അന്ന് ക്രോസ് ചെക്കിംഗ് ഉണ്ട്, ഇവനെ ഈ ശിക്ഷയ്ക്ക് അർഹനാണോ എന്ന് പരിശോധിക്കുന്ന ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതല്ല. ആ ജില്ലാ കമ്മിറ്റിയല്ലേ നിശ്ചയിച്ചത്, അവരനുഭവിച്ചോട്ടെ. ഈ ഏരിയ കമ്മിറ്റിയല്ലേ നിശ്ചയിച്ചത്, അവരനുഭവിച്ചോട്ടെ. ആ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അല്ലേ പറഞ്ഞത്, അവൻ അനുഭവിച്ചോട്ടെ. അവരവർ എടുക്കുന്ന തീരുമാനം അതാത് കമ്മിറ്റിയുടെ ഫെഡറിക്ക് അങ്ങ് വെച്ച് കൊടുത്തേക്കുക എന്നുള്ളതാണ്. ഗോവിന്ദ മാഷിന്റെ അടുത്ത് പോയിരുന്നു. ഞാൻ മടിയില്ലല്ലോ, നമുക്ക് എന്താ പ്രശ്നം? നമ്മളും കൂടെ കൊണ്ടുവന്ന പാർട്ടിയല്ലേ, നമ്മളെയും വളർത്തിയ പാർട്ടിയാണല്ലോ. ഞാൻ ഗോവിന്ദ മാഷിനെ കണ്ടു, സംസാരിച്ചു. ഒറ്റ കാര്യം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞുള്ളൂ, എനിക്ക് ഒരു സ്ഥാനമാനം വേണ്ട. വെച്ചാൽ അർഹതപ്പെട്ടതിനെ അപ്പുറത്തേക്ക് ആസ്വദിച്ചില്ല, പക്ഷേ അവസരങ്ങൾ മറ്റുള്ളവർക്കും കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടെന്നുള്ള വിശ്വാസമുള്ള ആളാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്നോട് ഒരാൾ വന്നിട്ട്, ഇപ്പോൾ താങ്കൾ ജോസ് സാർ എന്നോട് ചോദിക്കുകയാണ്, എനിക്ക് ഈ കാര്യം ഒന്ന് ചെയ്തു തരണം, ഞാൻ ശശിയോടൊന്ന് ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ലീഡറല്ല. ഞാൻ ശശി വരുന്നവരെ കാത്തിരുന്ന് ശശിയുടെ താല്പര്യം അനുസരിച്ച് അയാൾക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യണ്ട എന്ന് ഞാൻ പറഞ്ഞത് നീ പറയരുത് എന്ന് പറയുന്നതും കേട്ട് പറയാതെ, ആ കുറ്റം ഞാൻ ചെയ്യാതെ, ഞാൻ എന്തോ ഒരു കിളങ്ങനാണെന്നുള്ള മട്ടിൽ മറ്റേ ആളുകളുടെ മുമ്പിൽ അഭിനയിച്ച് നിൽക്കുവാനുള്ള അവസരം ഉണ്ടെങ്കിൽ ഞാൻ ഈ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാണോ അവസരങ്ങൾ മാറ്റുന്നത്? എന്നോട് പറഞ്ഞാൽ, എന്നോടെന്ന് പറയുന്നത് ഈ പാർട്ടിയോടാണല്ലോ. ആ പാർട്ടിയോടുള്ള വിശ്വാസം നടത്തി കൊടുക്കാൻ എനിക്ക് അവസരമുണ്ടായാൽ ഞാൻ പ്രവർത്തിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ശക്തമായ നിലപാട്. ഈ മുഖ്യമന്ത്രിയോടും ഞാൻ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ വീട്ടിലിരുന്ന് ഞങ്ങൾ സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, ഒരു മെമ്പർ എന്ന് പറയുന്നത് വെറുതെ ഒരു മെമ്പറല്ല, സംഭാവന നൽകാനും കാശ് കൊടുക്കാനും അവൻ പ്രവർത്തകരാണ്. CPMന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു മെമ്പർ എന്ന് പറഞ്ഞാൽ അവൻ പ്രവർത്തകനാണ്, അല്ലാണ്ട് ചുമ്മാ പൈസ കൊടുത്തിട്ട് വീട്ടിലിരിക്കുന്നവനല്ല. ശക്തമായി അവൻ വാദിക്കാൻ പറ്റുന്ന ഒരാളാണ്, വ്യവസ്ഥയിൽ ഇടപെടാൻ പറ്റുന്ന ആളാണ്. അപ്പോഴും ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, മെമ്പർഷിപ്പ് പുതുപ്പിച്ചില്ല സഹാബി. അത് കിടക്കട്ടെ, നീ പുതുപ്പിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കിനെ ഞാൻ വില കൊടുത്തില്ല എന്നുള്ളതല്ല, അദ്ദേഹത്തിന് മാനിച്ചില്ല എന്നുള്ളതുമല്ല. പക്ഷെ ഇത് ശക്തമാണ്. 100 കണക്കിനോ 1000 കണക്കിനോ വരുന്ന ആളുകൾ ഞാൻ ആ പാർട്ടിക്കകത്ത് കയറിയാൽ എന്നോട് ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ ശശി പറഞ്ഞിട്ട് അല്ല ഞാൻ ചെയ്തത് തെറ്റാണെന്നല്ലേ ഇത്രയും കാലം അവർ ബോധ്യപ്പെടുത്തിയത്. ജയചന്ദ്രനോടും മണിയോടും MM മണി സഹാവിനോടും പറഞ്ഞു തെറ്റാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ പുറത്ത്. അത് വീണ്ടും എൻ്റെ ഒരു ജീവിതത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഞാൻ ഈ പാർട്ടിക്കാരനാണെന്ന് പറഞ്ഞ് നടക്കാൻ വേണ്ടി അവിടെ കയറി നിന്ന്
ഞെളിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെമ്പർഷിപ്പ് ആവരുത്, വെറും ഒരു തീർച്ചയായിട്ടും. മെമ്പർഷിപ്പ് ആവരുത്. സമയത്തിന്റെ പരിമിതി മൂലം 1-2 കാര്യങ്ങൾ കൂടിയുണ്ട് സാർ. ഈ അങ്ങ് താമസിക്കുന്ന വീടുമായി ബന്ധപ്പെട്ട ഒരു വിവാദം അത് ഇതിന് ശേഷവും ഒന്ന് സജീവമാവുകയുണ്ടല്ലോ, ആയുണ്ടല്ലോ, അതെന്തായി? അത് ഞാനും എൻ്റെ ഭാര്യയും നാൻ പേലബിളാണ്. അതായത് ഇപ്പോഴും ഹൈക്കോടതി ജാമ്യത്തിലാണ്. അത് എന്താ പറയുക, പോലീസ് 4 ഏക്കർ കയ്യേറിയിരിക്കുന്ന KV ശശിക്ക് 500 രൂപ ഫൈൻ അടച്ച് അയാൾക്ക് അങ്ങ് ഊരി പോകാം. അതേ സമയത്ത് വീട്ടിൽ താമസിക്കുന്ന എനിക്ക് 8 സെൻറ്റുള്ള ഒരു പ്രോപ്പർട്ടിയിൽ ഞങ്ങൾ താമസിക്കും, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ജാമ്യമില്ല കേസ്. ഹൈക്കോടതി ജാമ്യത്തിലാണ്. അതങ്ങനെ തുടർന്നു. അത് വരുന്ന വരയ്ക്കും നോക്കാം. ഇപ്പോൾ കേസ് നടക്കുകയാണ്. ഇപ്പോഴും കേസ് നടക്കുകയാണ്. ഇപ്പോൾ വീണ്ടും അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അത് പട്ടയ ഭൂമിയല്ലേ സാർ? പട്ടയഭൂമിയാണ്, ഗവൺമെൻറ് കൊടുത്തതാണ്. അത് സമ്മതിക്കുക. അതിൽ തമാശ 2003 മുതൽ 2021 വരെ കേസ് നടന്നു. 23 വരെ 20 വർഷക്കാലം സിവിൽ കേസ് നടക്കുന്നു. 2023 പാർട്ടിയിൽ പുറത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് അത് ക്രിമിനൽ കേസായി മാറുന്നു, ഒരു വലിയ എൻക്രോച്ചർ ആവുന്നു. അതായത് സിവിൽ കേസ് ക്രിമിനൽ കേസായി മാറുന്നു. അതാണ് അതിൻ്റെ കാര്യം. അത് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഈ വീടുമായി ബന്ധപ്പെട്ടാണല്ലോ അങ്ങയുടെ മോളുടെ ഒരു പേഴ്സണൽ ചോദ്യമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഒരു വിവാഹമാണെന്ന് ഞാനിങ്ങനെ അവളൊക്കെ പറഞ്ഞറിഞ്ഞു. അതൊരു 3 വട്ടം MLA ആയിരിക്കുക, അതുപോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുക, അങ്ങനെ ഒരാൾക്ക് ഒരു വിവാഹമൊക്കെ അങ്ങനെ വളരെ ചുരുങ്ങിയ തോതിലൊന്നും നടത്താനാവില്ലല്ലോ, വലിയ പരിപാടിയായിരിക്കും. അതിൽ എല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥന ഉള്ളത് എന്നാന്ന് വെച്ചാൽ, എല്ലാവരും അവരവരുടെ വീട്ടിലും അവിടെ ഇവിടെ ഇരുന്നും എൻ്റെ മക്കളെ എല്ലാവിധ അനുഗ്രഹവും നൽകുക എന്നുള്ള അഭ്യർത്ഥനയേ ഉള്ളൂ. കാരണം 1,65,000 ആളുകളുടെ വീടുകളിലായ 60,000 വീടുകളിലും 80,000 വീടുകളിലും കയറിയിട്ടുള്ള ആളാണ്. എല്ലാവരെയും വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിൻ്റെതായ ശേഷിയോ പ്രാപ്തിയോ എല്ലാവരെയും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു. അവരെ എല്ലാവരെയും ഒരു നേരം വിളിച്ചു വരുത്തി ഒരു നടത്തി കൊണ്ടുപോകാനുള്ള നിലയിൽ ഇല്ല, സാഹചര്യം ഉണ്ടെങ്കിൽ നടക്കില്ല. അതൊരു വലിയ പ്രവാഹമായിട്ട് അങ്ങോട്ട് ഒഴുകിയെത്തും. അത് മൂന്നാറിന് താങ്ങാനാവില്ല. ഇനിയിപ്പോ നടത്തിയാൽ പോലും അങ്ങാതെ എവിടെ വെച്ച് നടത്തും? അത് നമ്മുടെ വീട്ടിൽ തന്നെ, ചുരുങ്ങിയ തോതിൽ വീട്ടിൽ തന്നെ. അതായത് ഞങ്ങളുടെ വിവാദം ഉണ്ടായ വീട്ടിൽ തന്നെ. അതായത് ഞങ്ങളുടെ വക്കീൽ വിളക്കനുസരിച്ച് ചെറുക്കൻ്റെ വീട്ടിലാണല്ലോ കെട്ട്. അതുകൊണ്ട് അവിടെ തന്നെ കെട്ട് കാര്യങ്ങളെല്ലാം നടക്കും. പിന്നെ ഇങ്ങനെ എല്ലാ ദിവസവും അന്നന്ന് ഫോൺ വിളിക്കുകയും സംസാരിക്കുകയും ഇരിക്കുന്ന ആളുകളുടെ ഇടയ്ക്ക് ഒരു ചോദ്യം വരാതിരിക്കാൻ അവരെ ഒന്ന് വീട്ടിൽ വിളിച്ച് പെണ്ണും ചെറുക്കനും കെട്ടെല്ലാം കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം ഒരു ചെറിയ ഭക്ഷണമൊക്കെ കൊടുത്തങ്ങ് വിടും. തീർച്ചയായിട്ടും. ഏതായാലും സാറിന് എന്തായാലും വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പ്രേക്ഷകർ എല്ലാവരും അനുഗ്രഹിക്കണം മക്കളെ എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും നല്ല തീരുമാനം സാർ. നല്ല ആളുകൾ അറിയട്ടെ, തീർച്ചയായിട്ടും അങ്ങയുടെ മനസ്സും അറിയട്ടെ. ഈ പാർട്ടിയുമായിട്ടുള്ള അങ്ങയുടെ ഈ അസ്വാരസ്യം സ്വാഭാവികമായും തീരുമെന്ന് തന്നെയാണ് നമുക്ക് കണക്കാക്കാം. അതിനുള്ള വഴികൾ തെളിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അവിടെ വരികയും ഞങ്ങളോട് വളരെ തുറന്ന് സംസാരിക്കുകയും ചെയ്ത അങ്ങയുമായിട്ട് വേറെ ഒട്ടേറെ ആഴത്തിലുള്ള ബന്ധം അങ്ങ് MLA ആയിരുന്നപ്പോഴുണ്ട്. പലവട്ടം നമ്മൾ ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട്. അഭിമുഖത്തിലൊക്കെ അങ്ങ് വളരെ സന്തോഷത്തോടെ ഇപ്പോഴും അതെ ആ കാര്യങ്ങൾ പറഞ്ഞതിൽ മീഡിയ നെറ്റിനും പേഴ്സണലായി എനിക്കും വളരെ സന്തോഷം. വളരെ നന്ദി, സന്തോഷം. എല്ലാവർക്കും ആശംസകൾ. ഏറെ നാളായി പുകഞ്ഞു നിൽക്കുന്ന എസ് രാജേന്ദ്രൻ പാർട്ടി പ്രശ്നം തീർച്ചയായിട്ടും തീരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതിനുള്ള വഴികളാണ് അദ്ദേഹത്തിൻ്റെ ചർച്ചയിൽ തുറന്നു വരുന്നത്. അത് സംഭവിക്കട്ടെ എന്ന് ആശംസിക്കാം. നന്ദി, നമസ്കാരം.